ആദ്യ 2 സ്ഥാനക്കാർക്ക് AFC കപ്പ് കളിക്കാം. 12 വരെയുള്ള സ്ഥാനക്കാർക്ക് സൂപ്പർ കപ്പ് പ്രവേശനവും 4 ടീമുകൾക്ക് സെക്കൻഡ് ഡിവിഷനിൽ നിന്നും സൂപ്പർ കപ്പിലേക്ക് അവസരം കൊടുക്കണം. ലോകത്തുള്ള എല്ലാ ഫുട്ബോൾ ലീഗുകളിലും ലീഗ് ടോപ്പേഴ്സ് തന്നെയാണ് ചാമ്പ്യന്മാരാണ്. ഇപ്പോൾ IPL പോലും ഒരു സെമി ഫൈനൽ എന്നുള്ളൊരു ഫോർമാറ്റ് മാറ്റിയിട്ട് ഒന്നാം സ്ഥാനം 2ാം സ്ഥാനം ജയിക്കുന്ന ടീമുകൾക്ക് പ്രിഫറൻസ് കൊടുക്കുന്ന രീതിയിൽ പ്ലേ ഓഫ്, ക്വാളിഫയർ, എലിമിനേറ്റർ എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഒക്കെ വന്നിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ അബി ബഷറഫ് ആൻഡ് എല്ലാവർക്കും ഫുഡ് ആൻഡ് ബോളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം ടോപ്പിക് ഓഫ് ദ വീക്ക് എന്ന് പറയുന്ന ഒരു വിഷയത്തിൽ ഫേസ്ബുക്ക്, അതേപോലെ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് കമ്മ്യൂണിറ്റി ടാബിലൊക്കെ ISL പ്ലേ ഓഫ് വേണോ, അത് ലീഗ് ടോപ്പേഴ്സിന് ചാമ്പ്യന്മാരാകണോ, അങ്ങനത്തെ ഒരു വിഷയത്തിൽ നമ്മളൊരു പോൾ ചെയ്തിരുന്നു. അപ്പം ഒരുപാട് ആളുകൾ അതിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഏതായാലും അതിൽ നമ്മുടെ വ്യൂ പോയിന്റും കാര്യങ്ങളും നമ്മുടെ ഏറ്റവും ബെസ്റ്റ് കമൻസും ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് ISL ഒരു തുടങ്ങിയ സമയത്ത് 8 ടീമുകളാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം ഒരു 3 വർഷത്തിന് ശേഷമാണ് 10 ടീമിലേക്ക് മാറുന്നത്. അന്ന് സത്യം പറഞ്ഞാൽ 8 ടീമുകൾ ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഈ ഒരു 2 മാസത്തെ ലീഗായിട്ടാണ് ISL തുടങ്ങുന്നത്. അപ്പം IPLൻ്റെ ഒരു ഫോർമാറ്റിലാണ് ആദ്യം ഒരു 8 ടീം, പിന്നീട് സെമി ഫൈനലിൽ വിജയിക്കുന്ന ഒരു ഫൈനല്, പിന്നെ ആ ഒരു രീതിയിലാണ് അത് കൊണ്ടുപോയത്. അതിനുശേഷം ഇപ്പോൾ 10 ടീമുകൾ വന്നു. ഇനിയിപ്പോൾ അടുത്ത സീസണിൽ കൂടുതൽ ടീമുകളൊക്കെ വന്നേക്കാം. അപ്പം ഈ ഒരു പ്ലേ ഓഫ് സിസ്റ്റം വേണോ വേണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കം വരുന്നത് ലോകത്തുള്ള എല്ലാ ഫുട്ബോൾ ലീഗുകളിലും ലീഗ് ടോപ്പേഴ്സ് തന്നെയാണ് ചാമ്പ്യന്മാരാകുന്നത്. കാരണം ഒരു വർഷം മൊത്തം കളിച്ചിട്ട് ഒറ്റ ദിവസത്തെ ഒരു കളിയുടെ കാര്യത്തിൽ മാത്രം ചിലപ്പോൾ പരാജയപ്പെട്ടാൽ ആ വർഷത്തെ അവരുടെ ചാമ്പ്യൻഷിപ്പ് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. കാരണം പ്രത്യേകിച്ച് പറയാനുള്ളത്, കഴിഞ്ഞ സീസണിൽ ബംഗളൂരു FC 40 പോയിന്റാണ് ലീഗിൽ നേടിയത്. തൊട്ട് താഴെ ഉണ്ടായിരുന്ന ടീം 30 പോയിന്റ്. അപ്പോൾ 10 പോയിന്റിന്റെ വ്യത്യാസമാണ് ഉണ്ടായത്. അവർ അന്ന് ഫൈനലിൽ പരാജയപ്പെട്ടപ്പോൾ അവർക്ക് ആ ഒരു ലീഗ് തന്നെ നഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ലീഗ് സിസ്റ്റം ഇപ്പോൾ 10 ടീമുകളേ ഉള്ളൂ. ഇനി മുമ്പോട്ട് വരുന്ന യാത്രയിൽ ചിലപ്പോൾ അടുത്ത വർഷം 12 ടീമുകളൊക്കെ ആയേക്കും. അന്നത്തേക്കും തീർച്ചയായിട്ടും ഈ ഒരു സിസ്റ്റം മാറ്റുക എന്നുള്ളതാണ് വേണ്ടത്. ഇപ്പോൾ IPL പോലും ഒരു സെമി ഫൈനൽ എന്നുള്ളൊരു ഫോർമാറ്റ് മാറ്റിയിട്ട് ഒന്നാം സ്ഥാനം 2ാം സ്ഥാനം ജയിക്കുന്ന ടീമുകൾക്ക് പ്രിഫറൻസ് കൊടുക്കുന്ന രീതിയിൽ പ്ലേ ഓഫ്, ക്വാളിഫയർ, എലിമിനേറ്റർ എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഒക്കെ വന്നിട്ടുണ്ട്. ഏതായാലും ഇത് വേണ്ടത് ISL വേണ്ടത് തീർച്ചയായിട്ടും ലീഗ് ടോപ്പേഴ്സ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം അടുത്ത വർഷം കൂടുതൽ ടീമുകളാകുമ്പോഴത്തേക്കും ആ ഒരു സിസ്റ്റം മാറണം. ചിലപ്പം ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർ, കാരണം ഫുട്ബോൾ ഇന്ത്യയിൽ ഡെവലപ്പായി വരുന്നേ ഉള്ളൂ, ചിലപ്പം ഡൈജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പക്ഷേ ആ ഒരു രീതിയിലേക്ക് തീർച്ചയായിട്ടും മാറണം. ഇനി ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം ഈ ഒരു വിഷയം അല്ല, ഇപ്പം FSDL, ഇപ്പം ISLൻ്റെ നടത്തിപ്പുകാരാണ് FSDL. അവർ ആദ്യം തന്നെ ആ ഒരു സിസ്റ്റം, കാരണം I ലീഗിൽ ഈ ഒരു ഫോർമാറ്റ് ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത്. കാരണം ലീഗ് ടോപ്പേഴ്സ് വിജയികളാകുന്ന ഒരു സിസ്റ്റം. പക്ഷേ പിന്നെ FSDL ആദ്യം എനിക്ക് തോന്നുന്നത് ഈ ISL പകരം I ലീഗിനെ കുറച്ചും കൂടെ വിപുലീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ പേര് തന്നെ മാറ്റിയിട്ട് ഇവരെ I ലീഗ് ക്ലബ്ബുകളെ ആഡ് ചെയ്തിട്ട് പുതിയ ടീമുകളെയൊക്കെ ഇതിനകത്തോട്ട് ആഡ് ചെയ്തിട്ട് ആ ഒരു ലീഗായിരുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന ഈ ഒരു I ലീഗ് ടീമുകളുടെ പ്രശ്നങ്ങൾ പോലും ഉണ്ടാവുകയില്ലായിരുന്നു. ഇനിയിപ്പോൾ അടുത്തതായിട്ട് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇപ്പം 5 സീസൺ കഴിഞ്ഞു 1 സിറ്റി 1 ക്ലബ് എന്നുള്ള റൂളൊക്കെ മാറി. ഇനിയിപ്പം ISLൻ്റെ 10 വർഷത്തിന് ശേഷം ഈ ഒരു ഫ്രാഞ്ചൈസി അങ്ങനെയുള്ളൊരു സെറ്റപ്പ് മാറും. അന്നേരത്തേക്ക് എന്തായാലും ഇപ്പോൾ അടുത്ത വർഷത്തേക്ക് മോഹൻ ബഗാൻ, ഈസ്റ്റ് ബംഗാൾ എന്നിവരെ ഉൾപ്പെടുത്തി ഓരോ വർഷം തോറും ഓരോ ടീമുകളായി ലീഗ് ചാമ്പ്യന്മാരാകുന്ന ടീമുകളായിരിക്കും ബെറ്റർ. അങ്ങനെ ഉൾപ്പെടുത്തിക്കൊണ്ട് 2024 ആകുമ്പോഴത്തേക്ക് ഒരു 16 ടീമുകളാക്കി, പിന്നീട് റെലഗേഷൻ, പ്രൊമോഷൻ, അതേപോലെ തന്നെ ലീഗ് ടോപ്പേഴ്സിനെ ചാമ്പ്യന്മാരാകുന്ന ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരണം. അല്ലെങ്കിൽ ഇനിയിപ്പം ISL ലീഗ് നടക്കുന്നതിനൊപ്പം തന്നെ സൂപ്പർ കപ്പ്, ഇപ്പം പല രാജ്യങ്ങളും അത് തന്നെയാണ്. ഇപ്പം ഇംഗ്ലണ്ടിലാണെങ്കിൽ FA കപ്പ്, അതേപോലെ സ്പെയിനിലാണെങ്കിൽ കോപ്പ ഡെൽ റേ, അങ്ങനെ ആ ഒരു പാരലായിട്ട് ഇപ്പം വീക്കെൻഡുകളിൽ ലീഗും അതുപോലെ തന്നെ വീക്ക് ഡേയ്സിൽ ഈ ഒരു എന്താ പറയുക കപ്പുകൾ, അതായത് ഡൊമസ്റ്റിക് കപ്പുകളും ഒക്കെ നടത്തുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ ഇവരെ ചാമ്പ്യന്മാരാക്കുക, ലീഗ് കപ്പുകൾ നടത്തുക, അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. കാരണം എന്തായാലും ലീഗ് ടോപ്പേഴ്സിന് തന്നെ AFC സ്ലോട്ട് എന്ന് പറയുന്ന സംഭവം കൊടുക്കണം. കാരണം കൺസിസ്റ്റൻ്റ് ആയിട്ട് കളിക്കുന്ന അവർക്കാണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഓസ്ട്രേലിയയിലൊക്കെ അങ്ങനെ ചില സെറ്റപ്പുകളുണ്ട്, 2 ചാമ്പ്യന്മാർ, അതായത് ലീഗ് ടോപ്പേഴ്സിനും ഇതിനുമൊക്കെ പ്രത്യേക അവസരങ്ങളാണുള്ളത്. അപ്പോഴത്തേക്കും അതുകൊണ്ട് ഈ ഒരു രീതിയാണ് തീർച്ചയായിട്ടും ഇന്ത്യയിൽ അല്ലെങ്കിൽ ISL വരേണ്ടത്.
പ്ലേ ഓഫ് സിസ്റ്റം ഒറ്റയടിക്ക് മാറ്റിയാൽ, കാരണം ആദ്യം തന്നെ ഈ ഒരു സെറ്റപ്പിലേക്കായിരുന്നു പറഞ്ഞത്. ഈ ഒരു പിന്നെ IPL-ന്റെ ഒരു ഇത് പിന്തുടരാൻ നോക്കിയതാണ് ഏറ്റവും വലിയ ഒരു പ്രശ്നമായത്. ഏതായാലും നമുക്ക് യൂട്യൂബിലും അതേപോലെ തന്നെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാമിലൊക്കെ കമൻറ്റുകൾ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് യൂട്യൂബ് കമ്മ്യൂണിറ്റി ടാബിൽ വന്ന കമൻറ്റുകൾ നോക്കാം. മുഹമ്മദ് നാസർ എന്ന് പറയുന്ന ആളാണ് കമൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴത്തെ രീതിയിൽ പ്ലേ ഓഫ് തന്നെയാണ് നല്ലത്. ടീമുകളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാകും ശരിയായ രീതി. 16 ടീമുകളൊക്കെ ആയാൽ ലീഗ് ടോപ്പേഴ്സിനെ ചാമ്പ്യന്മാരാക്കാം. ആദ്യ 2 സ്ഥാനക്കാർക്ക് AFC കപ്പ് കളിക്കാം. 12 വരെയുള്ള സ്ഥാനക്കാർക്ക് സൂപ്പർ കപ്പ് പ്രവേശനവും 4 ടീമുകൾക്ക് സെക്കൻഡ് ഡിവിഷനിൽ നിന്നും സൂപ്പർ കപ്പിലേക്ക് അവസരം കൊടുക്കണം. റെലഗേഷൻ പ്രൊമോഷൻ കൂടി വരുന്നതോടുകൂടി ലീഗ് കൂടുതൽ ആവേശകരമാകും എന്നുള്ളതാണ് മുഹമ്മദ് നാസർ പറഞ്ഞിരിക്കുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കമന്റ് ആണ്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്. നമ്മൾ മാറ്റം, അതായത് ടീമുകൾ കൂടുന്നതനുസരിച്ച് എന്തായാലും ഈ ഒരു സെറ്റപ്പിലേക്ക് നമ്മൾ മാറുക തന്നെ വേണം. അടുത്തതായിട്ട് അജിത്ത് അയ്യാംകുളത്ത് എന്ന് പറയുന്ന ആൾ കമന്റ് ചെയ്തിരിക്കുകയാണ്. ഇതുപോലെയാണ് പോകുന്നതെങ്കിൽ പ്ലേ ഓഫ് വുഡ് ബി ബെറ്റർ. ടീംസ് ഇൻക്രീസ് ചെയ്താൽ മിനിമം 16 ടീമെങ്കിലും ആയാൽ പിന്നെ ലീഗ് ടോപ്പേഴ്സ് ജയിക്കണം. അതാണ് വേണ്ടത്. കോമ്പറ്റീഷൻ ഇൻക്രീസ് ചെയ്യും. അത് 4th സ്പോട്ടിലേക്ക് എത്താനുള്ള ടീമുകൾ നോക്കുക. 4th ടീമിലെ പൊസിഷനിലേക്ക് എത്താനല്ല നോക്കുക, ചാമ്പ്യൻസ് ആകാനായിരിക്കും നോക്കുന്നത്. എല്ലാ കളിയും ജയിക്കാൻ ശ്രമിക്കും. ഇങ്ങനെ വേണമെങ്കിൽ ലീഗിന്റെ ടൈം പീരീഡ് ഇൻക്രീസ് ചെയ്യാം. പേഴ്സണൽ ഒപ്പീനിയൻ. സത്യമാണ്. കാരണം ഒരു 4th പൊസിഷനിലേക്ക് എത്താനല്ല നോക്കേണ്ടത്. എല്ലാ മത്സരങ്ങളിലും ജയിച്ച് ആദ്യ സ്ഥാനത്തെത്തി ചാമ്പ്യന്മാരാകാനാണ് നോക്കേണ്ടത്. അത് തന്നെയാണ് 16 ടീം ആകുന്നതോടുകൂടി ഈ ഒരു റൂള് തീർച്ചയായിട്ടും വരണം. ഇനി ഫിയാസ് ഫിനു എന്ന് പറയുന്ന ആള് കമന്റ് ഇരിക്കുകയാണ് യൂട്യൂബ് കമ്മ്യൂണിറ്റി ടാബിൽ തന്നെയാണ്. 16 ടീമായിട്ട് മതി ലീഗ് ചാമ്പ്യൻസിനെ വിജയികളാക്കാൻ. സൂപ്പർ കപ്പ് ഉണ്ടല്ലോ, പ്ലേ ഓഫ് നടത്താൻ മാത്രമല്ല, ചിലപ്പോൾ ലീഗ് അവസാനം വരെ ഫസ്റ്റ് ആയിട്ട് പ്ലേ ഓഫിൽ പുറത്താവുകയും ചെയ്യും. ബംഗളൂരു ഫൈനലിൽ തോറ്റ പോലെ. അതുകൊണ്ട് ലീഗ് ചാമ്പ്യൻസിനും വിജയിക്കുന്നതാണ് നല്ലത്. പേഴ്സണൽ ഒപ്പീനിയൻ. അതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ബാംഗ്ലൂരുവിനൊക്കെ പറ്റിയ പോലെ പറ്റും. ഒരു വർഷം മൊത്തം കഷ്ടപ്പെട്ട് കളിച്ചിട്ട് ആ ഒരു ഇതിലേക്ക് വരും. ഇനി നമുക്ക് ഫേസ്ബുക്കിൽ വന്ന ഒരു കമന്റ് വായിക്കാം. ആണ് കമന്റ് ചെയ്തിരിക്കുന്നത്. ലീഗ് ഒന്നാമത് നിൽക്കുന്ന ടീം ചാമ്പ്യൻ ആകണം. അതുവരെ കഷ്ടപ്പെട്ട് വിജയങ്ങൾ നേടി അവസാനം ചെറിയൊരു പിഴവ് കൊണ്ട് കിരീടം നഷ്ടപ്പെടുന്നത് വളരെ വേദനയാണ്. സത്യമാണ്. കാരണം ഒരു വർഷം മൊത്തം കഷ്ടപ്പെട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് കളിച്ചിട്ട് ഒറ്റ ദിവസത്തിന്റെ ഒരു ഇതിൽ മാത്രം കിരീടം നഷ്ടപ്പെട്ടു പോകുന്നത് തീർച്ചയായിട്ടും ഒരു ടീമിനെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് വളരെ കറക്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനി നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ വന്നൊരു കമന്റ് നോക്കാം. ഫ്രാൻസ് നിക്കോളാസ് ആണ് കമന്റ് ഇട്ടിരിക്കുന്നത്. Even though personally I would prefer tabletoppers, unfortunately Indian audience fail to turn up for such matches in stadium. Example, I-League last 2 important matches. If ISL become top division, then let tabletopper get slot for AFC CL and let ISL do playoff as well to consider the champion who will get the AFC Cup slot. If both tabletoppers and champions are same, let other finalists have deserving slot for AFC Cup. This way, the deserving tabletoppers will get into AFC Champions League. At the same time, playoff will be there. Keep the interest for overall Indian audience. അതാണ് നേരത്തെ പറഞ്ഞ പോലെ ഓസ്ട്രേലിയയിലൊക്കെ ഈ ഒരു റൂളാണുള്ളത്. കാരണം ടേബിൾ ടോപ്പേഴ്സിന് തന്നെയാണ് AFC ചാമ്പ്യൻസ് ലീഗ് സ്ലോട്ടൊക്കെ കൊടുക്കുന്നത്. പിന്നീട് അവിടെയും പ്ലേ ഓഫ് സിസ്റ്റം ഒക്കെ തന്നെയാണ് ഉള്ളത്. പക്ഷേ അവിടെ റിലഗേഷൻ പ്രൊമോഷൻ ഒന്നും ഇല്ല. അതിൻ്റെ കുറവുകൾ അവിടെ അറിയാനും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വേണമെങ്കിൽ നമുക്ക് ആദ്യ 6 ടീമുകളിൽ എത്തുന്നവർക്ക് വേണമെങ്കിൽ എന്തെങ്കിലും വേറൊരു ലീഗ് കപ്പ് പോലെയോ എന്തെങ്കിലുമൊക്കെ നടത്താം. പക്ഷേ ടേബിൾ ടോപ്പേഴ്സ് ആകുന്നവർക്ക് തന്നെ AFC കോമ്പറ്റീഷനുകളിൽ പങ്കെടുക്കാനുള്ള ഒരു സംഭവം വരണം. ഏതായാലും ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് ഏതായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുവരേക്കും വിട വാങ്ങുന്നു. ഇറ്റ്സ് മീ അബി ബഷറഫ് ആൻഡ് സൈനിങ് ഓഫ്.